നമസ്കാരം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാവുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായി. ദീർഘകാലമായി അദ്ദേഹം തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ലോകം വിട്ട് പോയി. സ്വന്തം ജീവിതം വിപ്ലവ പോരാട്ടങ്ങൾക്ക്, ജനങ്ങളുടെ ഉന്നമനത്തിന്, തൊഴിലാളി വർഗത്തിന്റെ നന്മയ്ക്ക് ഉഴിഞ്ഞുവെച്ച മഹാനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു VS അച്യുതാനന്ദൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളത് ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ഏതു പാർട്ടിക്കാരനുമായി നിതാന്തമായ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ തന്നെ VS പങ്കുവച്ചിരുന്നു എന്ന് അനുഭവസ്ഥരെല്ലാം പറയുന്നു. ശരിക്കും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. ജിഹാദിസത്തിന് എതിരെ, ഇവിടുത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് എതിരെ, ഫേക്ക് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് എതിരെ, പല ഭരണകൂടങ്ങൾക്കും എതിരെ, ചില ഭരണകർത്താക്കൾക്ക് എതിരെ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ബക്കറ്റിലെ തിരമാലകളെ കുറിച്ച് VSനെ പരിഹസിച്ച് പ്രസംഗിച്ചത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. ഒപ്പം തന്നെ VS വേദികളിലേക്ക് കടന്നു വരുമ്പോൾ സഖാവ് VS സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം പലപ്പോഴും പിണറായി വിജയനെ അസ്വസ്ഥനാക്കിയിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. അതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ കോർപ്പറേറ്റ് കമ്മ്യൂണിസത്തിന്റെ വക്താവല്ലായിരുന്നു VSനെ ഒതുക്കുകയായിരുന്നു പലയിടത്തും, പല രീതിയിൽ, പല തരത്തിൽ. പാർട്ടി ജയിക്കുമ്പോൾ VS തോക്കും, VS ജയിക്കുമ്പോൾ പാർട്ടി തോക്കും. VSനെ പലയിടത്തും നിർത്തി തോപ്പിച്ചു. പക്ഷേ അദ്ദേഹം ജയിച്ചു, മുഖ്യമന്ത്രിയായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ വളരെ കാര്യമായി തന്നെ സ്വാധീനിച്ച സംഭവ വികാസങ്ങളാണ് CPM രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. ഇത് ഒതുക്കലിന്റെ മറ്റൊരു രാഷ്ട്രീയ മുഖമാണ് നമ്മൾ ആ VS അച്യുതാനന്ദൻ എന്ന ആ ധീര സഖാവിൽ കണ്ടത്. പക്ഷേ അതിലൊന്നും അദ്ദേഹം ഒരു തരത്തിലും പിന്നോട്ട് പോയില്ല. ഇലക്ഷൻ എടുക്കുമ്പോൾ വയ്യെങ്കിലും അന്ന് പ്രായാധിക്യം കൊണ്ടുള്ള അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹത്തെ ചുമന്നുകൊണ്ടുപോയി പലയിടത്തും പ്രസംഗിപ്പിച്ചു. VS ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അനേകായിരം സഖാക്കൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ, ഇപ്പോഴുമുണ്ട്. സഖാവ് VS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. CPM രൂപീകരിച്ചപ്പോൾ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നപ്പോൾ CPMന്റെ കൂടെ മാർക്സിസ്റ്റ് സൈദ്ധാന്തിക തലത്തിലേക്ക് എത്തിയ ജീവിച്ചിരുന്ന നേതാക്കളിൽ ഒരാൾ VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹവും ഓർമ്മയാകുന്നു. അതായത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റും ഓർമ്മയായിരിക്കുന്നു എന്നത്. ഇന്ന് CPMൽ ധാരാളം അംഗങ്ങളുണ്ട്, ധാരാളം പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. CPM ആണ് കേരളം ഭരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസം എന്നത് ജനങ്ങളെ കാണിച്ചു കൊടുത്ത, സഖാക്കന്മാർക്കൊപ്പം നിന്ന, സഖാക്കന്മാർക്കൊപ്പം സമരങ്ങളിൽ പങ്കെടുത്ത, മർദ്ദനമുറകളാൽ ശരീരം മുഴുവൻ തളർന്ന് തരിപ്പണമായ യഥാർത്ഥ സമരവീര്യത്തിന്റെ വിപ്ലവ സൂര്യനാണ് അസ്തമിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയും, മറ്റു നേതാക്കളൊക്കെ തന്നെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലേ, തല്ലുകൊണ്ടിട്ടില്ലേ, ജയിലിൽ കിടന്നിട്ടില്ലേ എന്നൊക്കെ പറയും. പക്ഷേ VSന് തുല്യൻ VS മാത്രം എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അദ്ദേഹം പലപ്പോഴും ഇവിടെ കടന്നു വരുന്ന മത തീവ്രവാദങ്ങൾക്കെതിരെയൊക്കെ തന്നെ ഒരുപാട് ശബ്ദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നേതാവും അത്തരം കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷമാക്കുന്നതിന് വേണ്ട തന്ത്രങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ തീവ്രവാദമുണ്ട്, പലതരത്തിലുള്ള ലവ് ജിഹാദ് പോലെയുള്ള സംഭവ വികാസങ്ങളുണ്ട്, മത തീവ്രവാദവും മയക്കുമരുന്നുമുണ്ട് എന്നൊക്കെ തന്നെ എത്രയോ കാലം മുമ്പ് VS അച്യുതാനന്ദൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹത്തെ ഒതുക്കാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നവനെ ഒതുക്കുക എന്നത് ഒരു സാമൂഹ്യ തത്വമായി മാറിയിരിക്കുന്നു, ഒരു വില കുറഞ്ഞ തരംതാണ നെറികെട്ട തത്വമായി മാറിയിരിക്കുന്നു എന്നത് സത്യമാണ്. സത്യങ്ങളും നീതിയും ജനങ്ങൾക്ക് വേണ്ടി ഉറക്കെ വിളിച്ചു പറയുന്നവനെ പാർശ്വവൽക്കരിക്കുക, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അയാളെ ഇല്ലാതെയാക്കുക, അയാളെ രാഷ്ട്രീയമായി ഒതുക്കുക, അയാൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഒരു മൂലക്കിരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ VSന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കണ്ടത്. ഇത്രയും കാലത്തെ പതിറ്റാണ്ടുകളുടെ സമര പാരമ്പര്യം പേറി VS ധീരനായി തന്നെ ജീവിച്ചു, ധീരനായി തന്നെ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എപ്പോഴും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പിണറായിസത്തിനെതിരെ, ജിഹാദിസത്തിനെതിരെ, കപട കമ്മ്യൂണിസ്റ്റ് വാദികൾക്കെതിരെ, സുഖിമാന്മാർക്കെതിരെ
പാർട്ടിയിലേക്ക് മന്ത്രിസ്ഥാനം മോഹിച്ച് വന്നവർക്കെതിരെ ഒക്കെ തന്നെ ഒരിക്കൽ ടി കെ ഹംസയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാ വാർത്താമാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തതാണ് കാലങ്ങൾക്ക് മുമ്പ്. മന്ത്രിസ്ഥാനം മോഹിച്ചു വന്ന ഒരുത്തനാണ് ഈ ഹംസ. ആ താളത്തിൽ പറയുകയാണ്, ഈ പാർട്ടി ഉണ്ടാക്കിയവരാണ് ഞാൻ. ഈ പാർട്ടിയിൽ അന്ന് പാർട്ടി വളർന്നപ്പോൾ ഒരുമിച്ച് വന്ന് ഈ പാർട്ടി ഉണ്ടാക്കി പടുത്തുയർത്ത എന്നെ ആണോ അവൻ വില പറയുന്നത്? അതുപോലെ ക്യാപിറ്റൽ പണിഷ്മെന്റ്, എം സ്വരാജ് സഖാവ് ഇപ്പോഴും വളരെ സജീവമായി തന്നെ ഉണ്ടല്ലോ. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. സഖാവ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാനും അദ്ദേഹത്തെ ശിക്ഷിക്കാനും എം സ്വരാജ് ആരാണ്? എം സ്വരാജ് എവിടെ കിടക്കുന്നു? സഖാവ് വി എസ് അച്യുതാനന്ദൻ എവിടെ കിടക്കുന്നു? ഒട്ടേറെ സമര പാരമ്പര്യങ്ങളിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ, വീര്യം കെടാതെ ഇത്രയും കാലം 100 വർഷത്തിലധികം 102 വർഷത്തോളം ജീവിച്ചു. ജനങ്ങൾക്ക് വേണ്ടി സമര പോരാട്ടങ്ങളിൽ മുന്നിട്ടിറങ്ങി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ജനകീയമായ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ അതിശക്തമായിട്ട് ഉള്ള നിർദ്ദേശങ്ങളാണ് അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും ഈ പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ അത്ര ശക്തമല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് കാണാനേ ഇല്ല. എന്തൊക്കെ വന്നാലും പി എസ് ഒരു യഥാർത്ഥ മനുഷ്യനാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒരു യഥാർത്ഥ മനുഷ്യൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമുക്ക് ആശയപരമായ സൈദ്ധാന്തികപരമായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം, പക്ഷേ ആ മനുഷ്യൻ ജീവിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ മനുഷ്യൻ ജീവിച്ചത് ജനങ്ങളിലൂടെയാണ്. പിണറായിസത്തിനെതിരെ, ജിഹാദിസത്തിനെതിരെ, രാജ്യദ്രോഹത്തിനെതിരെ, രാഷ്ട്രത്തെ തകർക്കുന്നതിനെതിരെ, രാഷ്ട്രീയ ഭിന്നതകൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും എതിരെയൊക്കെ തന്നെ ഉറക്ക ശബ്ദിച്ച ഒരു ശബ്ദമായിരുന്നു വി എസ്. ആ ശബ്ദം ഇന്ന് കെട്ടടങ്ങിയിരിക്കുന്നു. അഭിവാദനങ്ങൾ സഖാവ് വി എസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.